ഹായ് എവരിവൺ. അപ്പോൾ മൂന്നാർ ഇടുക്കി ജില്ലയിലത്തെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഞങ്ങൾ ഇന്ന് വന്ന വഴി തന്നെ പാലക്കാടിലേക്ക് പോകാം. പോകുന്ന വഴി കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് കുണ്ടല ഡാമിലാണ്. കുണ്ടല ഡാം മറ്റേ എരവികുളം നാഷണൽ പാർക്ക് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നല്ല ക്ലിയർ കാലാവസ്ഥയിലുണ്ട്. എന്തായാലും ആ കാഴ്ചകളെല്ലാം ഈ കാലാവസ്ഥയിൽ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വട്ടവടയിലത്തെ അവസാനത്തെ ദിവസമാണിത്. ഇന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാടിലേക്ക് പോവാം. വന്ന വഴി തന്നെ പോകാൻ കേട്ടോ. പോകുന്ന വഴി ലക്കം വാട്ടർഫോൾസ് എരവികുളം നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറേ പേർ പറയുന്നത് നാഷണൽ പാർക്കിൽ പോയിട്ട് ഒന്നും കാണാനില്ല, വരയാടും അതും ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നമ്മുടെ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഫോറസ്റ്റിൻ്റെ ബസ്സൊക്കെ ഉണ്ട്, അതിൽ കയറി പോകണം. എന്തായാലും നോക്കാം. ഇപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി പാട്ടും വേളം ക്യാമ്പ് ഫയറും ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ രാത്രി ഞങ്ങൾ കറങ്ങാൻ പോയിട്ട് വന്നപ്പോൾ അതൊക്കെ കണ്ടു. ഇപ്പോഴും അത് തീയൊന്നും കെട്ടിട്ടില്ല കേട്ടോ. അതാ നമുക്ക് എന്തായാലും റിസോർട്ട് നമുക്ക് ഇവിടെ റെസ്റ്റോറൻ്റ് അല്ലേ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വേഗം വിടാം. 8 മണിക്ക് മുമ്പ് സ്ഥലം വിടണം. മൂന്നാർ ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും നേരത്തെ രാവിലെ തന്നെ ഇറങ്ങി പോവാം. ഈ കാണാനാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. രാവിലെ പൂരിയൊക്കെ പറഞ്ഞ് 4 ചായ. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ വണ്ടി എടുക്കാണ്. നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. ദ ക്വയറ്റ് റിസോർട്ട്. നമുക്ക് കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ വഴി നേരെ പോയാൽ കൂടക്കമ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമെത്തും. ശരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു വില്ലേജ് എത്തും. എന്തായാലും ഇപ്പം നല്ല ക്ലിയർ കാലാവസ്ഥയാണ് കേട്ടോ. കോടയൊക്കെ ഇറങ്ങിപ്പോയി. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ടിട്ട് പോകാം. ഇന്നലെ മൊത്തം കോടയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല റിസോർട്ടാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റിസോർട്ട്. അങ്ങനെ വീണ്ടും ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെക്കാളും കൂടുതൽ കോടയുണ്ട് ഇപ്പം. എപ്പോഴും കോടയായി ഭാഗത്ത്. ഇന്നലെ വന്ന ചായയെ കുറിച്ച് അതേ സ്ഥലമാണിത്, ചുണ്ടപുര എസ്റ്റേറ്റിൻ്റെ ഭാഗം. പോകുന്ന വഴി കണ്ട വ്യൂ ആണത്. ഇന്ന് നല്ല ക്ലിയർ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലെയൊക്കെ മൂടി കെട്ടി കിടക്കുന്ന കാലാവസ്ഥയായിരുന്നു. ഇവിടെ 2 മലകളുടെ ഇടയിൽ മേഘങ്ങളൊക്കെ താഴ്ന്നെടുക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പോകുന്ന വഴി കുണ്ടല ഡാമും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വെച്ചു. ഇന്നലെ ഈ വഴിയിൽ കൂടെ പോയത്, പക്ഷേ ഡാം സ്കിപ്പ് ചെയ്തു. ഇന്ന് നമുക്ക് നല്ല ക്ലിയർ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലെ മൊത്തം മൂടി കെട്ടിയ കാലാവസ്ഥയായിരുന്നു. നമുക്കൊരു ആർച്ച് ഡാമാണ് കേട്ടോ. അത് അങ്ങോട്ട് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. മേഘങ്ങളൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കാം. ഇവിടെയും ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. നമ്മളന്ന് നീലഗിരിയിൽ മറ്റേ ഊട്ടിയിലിപ്പുറത്ത് ഒരു ഫേമസ് പൈൻ ഫോറസ്റ്റ് പോയില്ലേ, അതിൻ്റെ പുറകിൽ ലേക്കില്ല, അതേപോലെ തന്നെ ഇവിടെ ഡാമാണ് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ലാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഫോണിലെടുക്കാം. ഇവിടെ ഹെലിക്യാം പ്രോഹിബിറ്റഡ്, ഡ്രോണൊന്നും പറ്റില്ല ഇവിടെ. മാസൻട്രി ഗ്രാവിറ്റി ഡാമാണിത്. നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കുണ്ടല ഡാമിൻ്റെ പേര് വന്നത്. നേരത്തെ ഇത് സേതു പാർവതിപുരം ഡാമായിരുന്നു. നോക്ക്, ഇതിലൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ടല്ലോ. ആർച്ച് ഡാമാണ് കേട്ടോ. പിന്നെ ഇവിടെ പണ്ട് റെയിൽവേ ലൈനൊക്കെ ഉണ്ടായിരുന്നു. തേനിന്ന് മറ്റേ ബ്രിട്ടീഷുകാർ പണ്ടത്തെ റെയിൽവേ ലൈൻ നീലഗിരി പോലെ തന്നെ. പക്ഷേ 1924 എന്തോ അപകടത്തിൽ പ്രളയമൊക്കെ വന്ന് നശിച്ചു പോയി.
അതിൻ്റെ കുറച്ച് റിമൈനിങ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. കുണ്ടല വാലി റെയിൽവേ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലത്തെ ആദ്യത്തെ മോണോറെയിൽ ഇവിടെ ഈ മൂന്നാറിലുണ്ടായിരുന്നു. 1902 മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന് ചായയും തടിയും മറ്റ് സാധനങ്ങളും മൂന്നാറിൽ നിന്നും മാട്ടുപേട്ടയിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ റെയിൽവേ നിർമ്മിച്ചത്. മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിൽ അടിവാരത്ത് കിടക്കുന്ന സ്ഥലമായ ബോർഡിയനായ കണ്ണൂരിലേക്ക് ചായ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് പോയിന്റ് ആയിരുന്നു ടോപ്പ് സ്റ്റേഷൻ. 1908 മോണോറെയിൽ റീപ്ലേസ് ചെയ്ത് ഒരു നാരോ ഗേജ് ലൈറ്റ് റെയിൽവേ ആക്കി മാറ്റി. പിന്നീട് 1924 വലിയ വെള്ളപ്പൊക്കത്തിലാണ് ഈ കുണ്ടല വാലി റെയിൽവേ മൊത്തം തകർന്നു പോയത്. പിന്നീട് അത് റീബിൽഡ് ചെയ്തില്ല. ഇനി ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുതിരപ്പുഴ റിവറിലെ നിയർ ഡാം പണിതേക്കണേ. ഈ ഡാമിന് 5 സ്പിൽവേ ഉണ്ട്. ഷട്ടർ പോലത്തെ സംഭവമാണത്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിട്ടുള്ള പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈ ഡാമിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ജോണിക്ക് ചാനൽ തുടങ്ങുന്ന ഒരു ആഗ്രഹമുണ്ട്. ഞാൻ തുടങ്ങിയപ്പം ഇൻട്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ എന്തായാലും നമുക്ക് യൂക്കലിപ്റ്റസ് കാർഡിലേക്ക് പോകാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പെഡൽ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ള റിസർവയർ ഈ ഡാമിനുള്ള. ഈ ഡാമിന് ചുറ്റപ്പെട്ട വാലികളിലും ഹിൽസിലൊക്കെ നീലക്കുറിഞ്ഞി പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കുറേ കടകളുണ്ട്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഫ്രീ ടേസ്റ്റിംഗ്, ഫ്രീ വൈഫൈ ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഒന്നിനും റേഞ്ചില്ല. ഇപ്പോൾ ഗൂഗിൾ പേ അതിനൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വൈഫൈ കണക്ട് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ജിയോയ്ക്ക് പോലും ഇവിടെ റേഞ്ചില്ല. എയർടെലിന് ഒട്ടുമില്ല. ചില ഭാഗത്ത് ജിയോയ്ക്കും BSNLനൊക്കെ റേഞ്ച് കിട്ടും. ചില അതിനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ. യൂക്കാലിപ്റ്റസ് കാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഈ കാട്ടിൽ കൂടെ നടക്കുമ്പം യൂക്കാലിപ്റ്റസിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റുള്ള മരങ്ങളാന്ന് നോക്ക്. അതും ആ നീല സ്കൈയുമായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഈ കാട്ടിനുള്ളിൽ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ബോട്ടുണ്ട് സൈക്കിളുടെ ഷേപ്പിൽ. നോക്ക്, 3 വീലുള്ളത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ റിവർ റാഫ്റ്റിംഗ് പോലത്തെ സംഭവം. ആ ബോട്ട് റാഫ്റ്റിംഗ് ബോട്ട്. കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് ഇവിടെ. പലതരം ബോട്ടുകളുണ്ട്. പെഡൽ ബോട്ടുകളും ഉണ്ട്. 9 മണിക്ക് മുമ്പ് മൂന്നാർ കിടക്കണം വിചാരിച്ചതാ. ഇവിടെ തന്നെ 10 മണിയായി. എൻ്റെ അനിയത്തേക്കാണെങ്കിൽ ബോട്ടിങ്ങിനും പോകണം. നോക്കാം. അതായത് നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ. ഒരു അടിപൊളി സ്ഥലം കേട്ടോ, കുണ്ടല ഡാം. എന്നാലും നമുക്ക് ബോട്ടിങ്ങിന് പോകാം. പെട്ടെന്ന് ബോട്ടിങ്ങിന് പോയിട്ട് വരാം. ഇവിടെ എല്ലാത്തിനും ഒരേ ചാർജാണ് കേട്ടോ. എന്നാലും നമുക്ക് കൊട്ടവഞ്ചി എടുക്കാം. പെഡലിംഗ് ബോട്ടിൽ കയറി കാലൊക്കെ വേദന എടുക്കും. അങ്ങനെ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടുക. കൊട്ടവഞ്ചിയിൽ കയറാൻ പോകാം. അങ്ങനെ കൊട്ടവഞ്ചി റൈഡ് തുടങ്ങി. എൻ്റെ എനിക്ക് ഭയങ്കര വ്ളോഗിങ് ആണ് കേട്ടോ. എന്തായാലും ഈ ലേക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കൊട്ടവഞ്ചിയിൽ നിന്ന് കാണാം. ആ ഒരു ക്ലിയർ കാലാവസ്ഥയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുന്നത്. ജാന വീഡിയോ എടുത്ത് തകർക്ക് ഭയങ്കര ബിസിയാണ്. ജാന ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ സൈഡ് എത്തി. ആ മുകളിൽ കാണുന്ന റോഡാണ് കേട്ടോ, നമ്മൾ വന്ന റോഡ്. അങ്ങനെ ഒരു അരമണിക്കൂർ നീണ്ട കൊട്ടവഞ്ചി റൈഡിന് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഷിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുണ്ടല ഡാമും കണ്ട് ബോട്ടിങ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പം സമയം 11 മണിയായി. മൂന്നാർ ടൗണിലെ അവസ്ഥ എന്താണെന്നോ അറിയില്ല.
അങ്ങനെ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ്. തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം മൂന്നാറിൽ ഭയങ്കര ചൂടാണ് കേട്ടോ, 24 ഡിഗ്രിയാണ് ഇപ്പോൾ ടെമ്പറേച്ചർ. അങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന് മറയൂർ റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ്. 1978 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ നാഷണൽ പാർക്ക് കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി നിർത്തിയ വണ്ടികളാണ് നമുക്ക്. നമ്മുടെ വണ്ടിയിലൊന്നും കയറി പോകാൻ പറ്റില്ല. അവരുടെ ബസ്സൊക്കെ ഉണ്ട്, അതിലാണ് പോകട്ടെ. ഞാമക്കാട് എസ്റ്റേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ നമുക്ക് ആ റോട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോണത്. നമുക്ക് പിന്നെ മഞ്ഞ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. വാഗപുറ ടീ ഫാക്ടറിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഗുണ്ടുമല എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ലക്കം വാട്ടർഫാൾസ് എത്താറായി. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിന് കീഴിലുള്ള ലക്കം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തു. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ മുന്നിലുള്ള റോഡൊക്കെ മൊത്തം ബ്ലോക്കായി കിടക്കാം. ഇതാണ് എൻട്രി ഗേറ്റ്. ടിക്കറ്റ് റേറ്റ് 50 per person. ലക്കം വാട്ടർഫാൾസ് ശരിക്കും ഉള്ളിലാണ് കേട്ടോ. ഇത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ട് പോകാം. റാപ്പിഡ്സ് ആണിത്. ഇതിങ്ങനെ ഈ പാലത്തിൽ കൂടെ ഒഴുകി പോയി അപ്പുറത്തേക്ക് പോകും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50 രൂപയാണ്. ഞാനും പപ്പയും അത് കാണാൻ വന്നോളൂ. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും കൂടെ വണ്ടിയിലിരിക്കാം. കുറേ കയറണം. ചട്ടമൂന്നാർ പല സ്ഥലത്താണ് ഈ ഒരു വാട്ടർഫാൾസ് വരണേ. ഇത് കാട്ടിന് കുറവാണ് വരണേ. നോക്ക്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേരും. സ്റ്റെപ്പുകൾക്ക് ശേഷം പിന്നെ പാറയിൽ കൂടെ നടക്കണേ. ഇതാണ് കേട്ടോ വാട്ടർഫാൾസ്. ഇത് കുളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എരവികുളം പ്ലാറ്റൂരിൽ നിന്ന് ആരംഭിച്ചിട്ട് പമ്പാർ നദിയിലേക്ക് ഒഴുകിപ്പോകുന്ന കാടിന് നടുക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണിത്. എരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന റോഡിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യണേ. ഇതിൻ്റെ വേപ്പറൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ലക്കം ഫാൾസ് കണ്ടിട്ട് തിരിച്ചു പോവാ. ഒരു ഹിഡൻ ഫാൾസ് ആണ് കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് നടക്കണം ഈ ഫാൾസ് കാണണമെങ്കിൽ. മറയൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴി ആ മുന്നിൽ കാണുന്ന മലയിൽ വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും.
കാന്തല്ലൂർ ഭാഗത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ഏഞ്ചൽ ട്രംപറ്റ് പൂക്കളൊക്കെ കാണാൻ പറ്റും. നമുക്ക് തേയിലത്തോട്ടങ്ങളാണ്. കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഹോംലി ഫുഡൊക്കെ കിട്ടുന്ന ഒരു ബോർഡ് കണ്ട്. അതായത് ഈ വളവിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഉച്ചയിലത്തെ ഭക്ഷണം. കടയുടെ പുറകുഭാഗമാണ് കാണുന്നത്. അത് ഉറവേന ഇവിടെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ പൈപ്പിലൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉച്ചയിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ മറയൂർ ചന്ദനക്കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക. റോഡിൻ്റെ 2 സൈഡിലും ഫെൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മറയൂർ ടൗണിലെത്തി. മറയൂർ ടൗണിന് ശേഷം ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു KSRTC ബസ് കടന്നു പോകാൻ വേണ്ടി 10-15 മിനിറ്റ് ബ്ലോക്കിൽ കടന്നു. നോക്ക് നീണ്ടോ നോക്കാം. അങ്ങനെ അടുത്ത ഷൂട്ട് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് കയറാൻ പോവാ. അപ്പം അതിൻ്റെ ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയിട്ടപ്പോൾ കുറേ കുരങ്ങന്മാർ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കാം. അങ്ങനെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിടക്കാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നിന്ന് ആനമലൈ ടൈഗർ റിസർവിലേക്ക് കയറാണ്. അങ്ങനെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പടിവാരത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സയ്യപ്പട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി. ഉദുമൽപേട്ടയിലേക്ക് ഇനി ഒരു 16 കിലോമീറ്റർ ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന പാലമാണിത്. ഉദുമൽപേട്ട ടൗൺ എത്താറായി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം പാലക്കാട് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മെറ്റലൊക്കെ ഇട്ട് റോഡ് ടാർ ചെയ്യാൻ പോകാൻ 4 എങ്ങാണ്ട് ടാറിങ് തുടങ്ങുമെന്ന് പറയുന്നത് കേട്ടു. ഇവിടെ നിന്ന് വട്ടവടയിലേക്ക് കറക്റ്റായിട്ട് 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഒരു പട്ടി നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുത്തെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സൺസെറ്റ് കണ്ടുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.